എനിക്കെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കണമെന്ന് പോലും അറിയത്തില്ല. നാണക്കേടാവുക. ശിവാനി ഇങ്ങനെ ചെയ്തു കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനിങ്ങനെ ആയിപ്പോയി ഏട്ടത്തി. ഏട്ടത്തി എൻ്റെ അടുത്ത് ക്ഷമിക്കണം, മാപ്പ് തരണം. പ്രണവേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും മോനെ. നീ ഇങ്ങോട്ടൊന്ന് കിടന്നേ. ഏട്ടത്തി പറഞ്ഞ ഞാൻ കേൾക്കും. എൻ്റെ ദൈവം ഏട്ടത്തി. ഏട്ടത്തി എന്നെ രക്ഷിച്ചേ. നീ ഇവിടെ കിടക്ക്. കിടക്കാം. നേരെ കിടക്കണം. ഞാനൊരു പമ്പര വിളിയ മൂടൻ, ഒന്നിനും കൊള്ളാത്തവൻ, പണ്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഗൗതം വാ. ഗോപിയേട്ടൻ പറയുന്നത് ശരിയെന്ന് എനിക്കും തോന്നുന്നു. അത് തന്നെയാ ബുദ്ധി. ശരി ഗോപിയേട്ട, ഞാൻ ഗൗതമിനോട് നിധിയോടും അതിനെക്കുറിച്ച് സംസാരിക്കാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ നാളെ തന്നെ അവന്റെ ജാതകം കൊണ്ടുപോയി നോക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശരി, എന്നാ വിളിക്കാം. അച്ഛനായിരുന്നു? അപ്പപ്പോ എല്ലാം വിളിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞമ്മേ? അച്ഛനൊരു അഭിപ്രായം പറഞ്ഞു. അതാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. എന്താ അമ്മേ? ഇപ്പൊ ശിവാനിയോടുള്ള ദേഷ്യവും അവളെ ചതിച്ചു എന്നുള്ള തോന്നലുവാ പ്രണവിനെ ഈ പരുവത്തിലാക്കിയത്. അത് മാറണമെങ്കിൽ അവനൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ അവന് വരണമെന്ന് അച്ഛൻ പറയുന്നത്. എന്നുവെച്ചാ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ ഗോപിയേട്ടൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് പ്രണവിന് വേറൊരു വിവാഹം നടത്തണമെന്ന്.